കോഴിക്കോട് വടകര വള്ളിക്കാട് കാൽനട യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി കടന്നു കളഞ്ഞ കാർ ഡ്രൈവർ അറസ്റ്റിൽ. കടമേരി സ്വദേശി പി അബ്ദുൽ ലത്തീഫാണ് അറസ്റ്റിലായത്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദാണ് ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്താണ് വിവരം? ഹാഷ്മി, ഈ മാസം 7-നാണ് വള്ളിക്കാട് വെച്ചുകൊണ്ട് ഒരു അപകടം ഉണ്ടായത്. ഒരു ഇന്നോവ കാർ യുവാവിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. പിന്നീട് ഈ കാറുമായി ഇതിന്റെ ഡ്രൈവർ രക്ഷപ്പെടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പോലീസിന്റെ വലിയ അന്വേഷണം നടന്നിരുന്നു, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടയിലാണ് ഗുരുതരമായി പരിക്കേറ്റിരുന്ന അമൽ കൃഷ്ണ എന്ന 27-കാരൻ മരിക്കുകയും ചെയ്തത്. പിന്നീട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായവരിൽ നിന്ന് മൊഴിയെടുത്തു. ഒപ്പം തന്നെ പ്രദേശത്ത് നിന്ന് ലഭ്യമായ 150ഓളം CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. ഇതിലാണ് ഒരു ഇന്നോവ കാറാണ് എന്ന് സ്ഥിരീകരിക്കുകയും തുടർന്ന് ഈ ഇന്നോവ കാർ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഇന്നലെ ഈ ഇന്നോവ കാർ കണ്ടെത്തി. ഒപ്പം തന്നെ അതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം കൂടി വന്നു. ഈ യുവാവാണ് ഈ ഇടിച്ചു വീഴ്ത്തിയതെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ അബ്ദുൽ ലത്തീഫിനെ കസ്റ്റഡി എടുക്കാനുള്ള നടപടിയുമായി പോലീസ് എത്തിയത്. പക്ഷേ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീടാണ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കുകയും അന്വേഷണം ശക്തമാക്കുകയും ചെയ്തു. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ യുവാവിനെ, അബ്ദുൽ ലത്തീഫ് എന്നുള്ള കടമേരി സ്വദേശിയായിട്ടുള്ള ഈ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ യുവാവ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ദിവസം അപകടം വരുത്തിയ ശേഷം നിർത്താതെ പോയി ക്രൂരമായിട്ടുള്ള ഒരു കൃത്യമാണ് ഈ യുവാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത്തരമൊരു സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും യുവാവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിലൊരു തുമ്പുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു കാര്യം. കാരണം ഈ അപകടം എത്തിയ ശേഷം പിന്നീട് ഈ യുവാവ് കടന്നു കളഞ്ഞു. ഇയാൾ പിന്നീട് കണ്ടെത്താനും കഴിഞ്ഞില്ല. ആ വേളയിലാണ് പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കുകയും പ്രതിയെ കണ്ടെത്തി ഒപ്പം തന്നെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. 27-കാരനായിട്ടുള്ള അമൽ കൃഷ്ണയ്ക്കാണ് ഈ അപകടത്തിൽ പരിക്കേൽക്കുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തിരുന്നത്. ക്രിസ്റ്റിന, ഹാഷ്മി. സമീർ സി മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ചില അപകടം ഉണ്ടാവാം, പരിക്കൊക്കെ ഉണ്ടാവും, പക്ഷേ അതിനപ്പുറം ഇടിച്ചിട്ട് കടന്നു കളയുക എന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമാണ്, ഹീനമാണ്. ആ നടപടിക്ക് ഈ പറഞ്ഞ ഡ്രൈവർ ശിക്ഷ അർഹിക്കുന്നുണ്ട്. തർക്കം അക്കാര്യത്തിൽ.